ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC സിവിൽ സർക്കിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്ങും പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്ങുമാണ്. സർവേയിങ് ആൻഡ് ലെവലിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സർവേയിങ്ങും ലെവലിങ്ങും എന്താണെന്ന് പറഞ്ഞു അല്ലേ. അതിനോടൊപ്പം നമ്മൾ പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേയിങ് ആയ പ്ലെയിൻ സർവേയിങ്ങും ജിയോഡറ്റിക് സർവേയിങ്ങും ആ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സർവേയിങ്ങിനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫീൽഡ്, രണ്ടാമത് ഒബ്ജക്റ്റീവ് സർവേയിങ്, മൂന്നാമത്തേത് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫീൽഡ്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നത് അതിൻ്റെ ബേസിസിൽ സർവേയിങ്ങിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലാൻഡ് സർവേയിങ്, മറൈനോ ഹൈഡ്രോഗ്രാഫിക് സർവേയ്, അസ്ട്രോണമിക്കൽ സർവേയ്. ലാൻഡ് സർവേയിങ്ങിൽ നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കുന്നത് ലാൻഡിലായിരിക്കും. രണ്ടാമത്തേത് മറൈനോ ഹൈഡ്രോഗ്രാഫിക് സർവേ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നല്ലേ. ഇപ്പോൾ വാട്ടർ ബോഡീസിൽ ചെയ്യുന്ന സർവേ ആണ് മറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ. അത് ചെയ്യുന്നത് ഒന്നുകിൽ നേവിഗേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈക്കോ അല്ലെങ്കിൽ ഹാർബർ വർക്സിനോ അങ്ങനെ എന്തെങ്കിലും ഒരു വാട്ടർ ബോഡിയുമായി റിലേറ്റ് ചെയ്ത ഒരു വർക്കിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ ചെയ്യുന്നത്. മൂന്നാമത്തേത് അസ്ട്രോണമിക്കൽ സർവേ. അസ്ട്രോണമിക്കൽ സർവേയിൽ വരുന്നത് ഹെവൻലി ബോഡീസിൽ വരുന്ന ഒബ്സർവേഷൻസ് ഒക്കെയാണ്. അതായത് സണ്ണിലും സ്റ്റാർസിലൊക്കെ നമ്മൾ നടത്തുന്ന ഒബ്സർവേഷൻസ്, അതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെയാണ് അസ്ട്രോണമിക്കൽ സർവേയിൽ വരുന്നത്. ഇനി ലാൻഡ് സർവേയിങ്ങിനെ വീണ്ടും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേ, സിറ്റി സർവേയിങ്. ഇപ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ആദ്യം നമ്മൾ സർവേയിങ്ങിനെ നാച്ചുറൽ ഫീൽഡിൻ്റെ ബേസിസിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ലാൻഡ്, മറൈന്, അസ്ട്രോണമിക്കൽ. ഇനി ലാൻഡ് സർവേയിങ്ങിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. ടോപ്പോഗ്രഫിക്കൽ സർവേ, കഡസ്ട്രൽ സർവേയിങ്, സിറ്റി സർവേയിങ്. ഇനി ഇത് 3ഉം എന്താണെന്നും കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തേത് ടോപ്പോഗ്രഫിക്കൽ സർവേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കൺട്രി. നാച്ചുറൽ ഫീച്ചേഴ്സും ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ഇപ്പോൾ നാച്ചുറൽ ഫീച്ചേഴ്സ് ആകുമ്പോൾ അതിൽ വരുന്നത് റിവർ, ലേക്ക്, ഹില്ല് അതൊക്കെ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ വരുന്നത് റോഡ്, റെയിൽവേ, കനാല്, ടൗണ് ഓക്കെ. അപ്പോൾ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ഇനി രണ്ടാമത്തേത് കഡസ്ട്രൽ സർവേ. കഡസ്ട്രൽ സർവേയുടെ മറ്റൊരു പേരാണ് റവന്യൂ സർവേ. അത് ഉപയോഗിക്കുന്നത് ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ഫിക്സ് ദ ബൗണ്ടറീസ്. ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവേ ആണ് കഡസ്ട്രൽ സർവേ. മൂന്നാമത്തേത് സിറ്റി സർവേയിങ്. City surveying is made in connection with the construction of streets, water supply systems, seawards and other works. അതായത് സ്ട്രീറ്റ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷനോ സീവർ കൺസ്ട്രക്ഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലുള്ള വർക്ക്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് സിറ്റി സർവേയിങ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നാച്ചുറൽ ഫീച്ചേഴ്സും ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സും കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ. ബൗണ്ടറീസ് ഫിക്സ് ചെയ്യാൻ ചെയ്യുന്നതാണ് കഡസ്ട്രൽ സർവേ. കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രീറ്റ്, വാട്ടർ സപ്ലൈ സിസ്റ്റം, സീവേഴ്സ് അതിനൊക്കെ ചെയ്യുന്നതാണ് സിറ്റി സർവേ. അപ്പോൾ ഇവിടെ ഓരോന്നിനും ഓരോ കീ പോയിൻ്റ് ഉണ്ട്. അതാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ കീ പോയിൻ്റ് പഠിച്ചു വയ്ക്കാം. എക്സാമിന് ഈ കറക്റ്റ് ഡെഫിനേഷൻ തന്നിട്ട് ഏതാണ് സർവേ എന്നായിരിക്കും ചോദിക്കുന്നത്. അതായത് വിച്ച് സർവേ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കൺട്രി. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വരുന്നത്. ഈ കീ പോയിൻ്റ് പഠിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. രണ്ടാമത്തേത് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് സർവേ. ഇപ്പോൾ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് സർവേയിങ്ങിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എൻജിനീയറിംഗ് സർവേ, മിലിറ്ററി സർവേ, മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ ആൻഡ് ആർക്കിയോളജിക്കൽ സർവേ. അപ്പോൾ ആദ്യത്തേത് എൻജിനീയറിംഗ് സർവേ. എൻജിനീയറിംഗ് സർവേ ചെയ്യുന്നത് എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ ഡിസൈൻ ആവശ്യമായ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻജിനീയറിംഗ് സർവേ ചെയ്യുന്നത് എന്തിനാണ്? എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ ഡിസൈൻ ആവശ്യമായ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻജിനീയറിംഗ് സർവേ ചെയ്യുന്നത്. രണ്ടാമത്തേത് മിലിറ്ററി സർവേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് പോയിൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്.
തന്ത്രപ്രധാനമായ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മിലിറ്ററി സർവേ. മൂന്നാമത്തേത് മൈൻഡ് സർവേ. മൈൻഡ് സർവേ ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിങ് മിനറൽ വെൽത്ത്. അപ്പോൾ നമ്മുടെ മിനറൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് മൈൻഡ് സർവേ. മിനറൽ വെൽത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് മൈൻഡ് സർവേ. നാലാമത്തേത് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെയേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് ജിയോളജിക്കൽ സർവേ. ലാസ്റ്റ് വൺ ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ ഈസ് യൂസ്ഡ് ഫോർ അൺഎർത്തിങ് റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. അതായത് പുരാവസ്തു അവശിഷ്ടങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ആർക്കിയോളജിക്കൽ സർവേയിൽ വരുന്നത്. അപ്പോൾ യൂസ്ഡ് ഫോർ അൺഎർത്തിങ് റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. അപ്പോൾ ഏതൊക്കെയാണ്? ഡിസൈനിങ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് സർവേ, ഡിറ്റർമിനേഷൻ ഓഫ് പോയിന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മിലിറ്ററി സർവേ, എക്സ്പ്ലോറിംഗ് മിനറൽ വെൽത്ത് വരുന്നത് മൈൻഡ് സർവേ, ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഇൻ ദ എർത്ത് ക്രസ്റ്റ് വരുന്നത് ജിയോളജിക്കൽ സർവേ, അൺഎർത്തിങ് റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ. അപ്പോൾ ഈ ഓരോന്നും ഈ കീ പോയിൻറ്റ്സും നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ചാൽ മതി. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണോ അതിൻ്റെ ബേസിസിൽ നമുക്ക് സർവേനെ ക്ലാസിഫൈ ചെയ്യാം. ചെയിൻ സർവേ, തിയോളൈറ്റ് സർവേ, ട്രാവേഴ്സ് സർവേ, ട്രയാങ്കുലേഷൻ സർവേ, ടാക്യോമെട്രിക് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ഫോട്ടോഗ്രാമെട്രിക് സർവേ, ഏരിയൽ സർവേ. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും പറ്റി നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആണ്. സർവേയിങ്ങിൽ 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. അതായത് പുതിയൊരു പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസിൽ നിന്നുള്ള മെഷർമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും. അത് ഒന്നുകിൽ 2 ലീനിയർ മെഷർമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ലീനിയർ ഒരു ആംഗുലാർ മെഷർമെൻറ്റ് ആവാം, അല്ലെങ്കിൽ 2 ആംഗുലാർ മെഷർമെൻറ്റ് ആവാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 പോയിൻറ്റ്സ് ഉണ്ട്. റെഫറൻസ് പോയിൻ്റ് എ, റെഫറൻസ് പോയിൻ്റ് ബി. നമുക്ക് മൂന്നാമതൊരു പോയിൻ്റ് സി ലൊക്കേറ്റ് ചെയ്യണം. ഈ സി നമുക്ക് എങ്ങനെയൊക്കെ പറയാം? എയിൽ നിന്നുള്ള ലീനിയർ മെഷർമെൻറ്റും ബിയിൽ നിന്നുള്ള ലീനിയർ മെഷർമെൻറ്റും വെച്ചിട്ട് നമുക്ക് സിയുടെ ലൊക്കേഷൻ പറയാൻ പറ്റും, അല്ലേ? ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണ്? എയും ബിയും അറിയാമെങ്കിൽ സി കണ്ടുപിടിക്കാൻ എയിൽ നിന്നുള്ള ലീനിയർ മെഷർമെൻറ്റും ബിയിൽ നിന്നുള്ള ആംഗിളും മതി. ഈ ഒരു ആംഗിളും മതി നമുക്ക് സി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് മെത്തേഡ്, 2 ആംഗിൾ എയും ബിയും, എയിൽ നിന്നുള്ള ആംഗിളും ബിയിൽ നിന്നുള്ള ആംഗിളും വെച്ച് നമുക്ക് സിയുടെ ലൊക്കേഷൻ പറയാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ 2 ലീനിയർ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ 2 ആംഗുലാർ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ലീനിയർ ആൻഡ് ഒരു ആംഗുലാർ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് മൂന്നാമത്തെ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്, ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നതായിരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾ. ഇത് മെയിൻ പ്രിൻസിപ്പിളും ഇതാണ്, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. അതായത് ആദ്യം നമ്മൾ ഹൈ പ്രിസിഷനിൽ മെയിൻ കൺട്രോൾ പോയിൻറ്റ്സ് ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മൈനർ കൺട്രോൾ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് സർവേ ചെയ്ത് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നമ്മൾ ഓരോന്നുമായിട്ട് കണ്ടുപിടിച്ച് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ കൺട്രോൾ പോയിൻറ്റ്സ് ഹൈ ആക്യുറസിയിൽ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലെസ് പ്രിസൈസ് മെത്തേഡ് വഴി മൈനർ കൺട്രോൾ പോയിൻറ്റ്സ് ഫിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അക്യുമുലേഷൻ എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മൈനർ എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും ലോക്കലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, അക്യുമുലേഷൻ എറർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത്, we can control and localize minor error. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രിൻസിപ്പിൾസ് സർവേയിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ ഓഫ് പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം ദ 2 പോയിൻറ്റ്സ് ഓഫ് റെഫറൻസ്. രണ്ടാമത്തേത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് ആണ്. ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫീൽഡ്, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് സർവേയിങ്, ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്.
ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫീൽഡ് നമ്മൾ സർവേയിങ്ങിനെ ലാൻഡ്, മറൈന്, അസ്ട്രോണമിക്കൽ സർവേ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ലാൻഡ് സർവേയിങ്ങിനെ വീണ്ടും നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ സർവേ, കാഡസ്ട്രൽ സർവേ, സിറ്റി സർവേ എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് സർവേയിങ്, അതിൻ്റെ ബേസിസിൽ നമ്മൾ സർവേയിങ്ങിനെ എഞ്ചിനീയറിംഗ് സർവേ, മിലിറ്ററി സർവേ, മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ എന്നിങ്ങനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഓരോ കീ പോയിൻറ്റ്സ് നമ്മൾ അവിടെ പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്, അതിലാണ് ചെയിൻ സർവേയും തിയോളൈറ്റ് സർവേയും ട്രാവേഴ്സൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് പറഞ്ഞത്. 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 പോയിന്റ്സ് ഓഫ് റെഫറൻസ്. ഇപ്പോൾ 2 റെഫറൻസ് പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ 3ാമത്തെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. 2ാമത്തെ പ്രിൻസിപ്പിൾ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻസും വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.